ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ വലിയ തരക്കേടില്ലാണ്ടൊക്കെ പോകുന്നു കേട്ടോ. ഇനിയും വൈകിക്കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എന്തിന് കുടുംബക്കാർ വരെ എന്നെ തള്ളിക്കൊല്ലും ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ. ഞാൻ നമ്മുടെ പള്ളിപ്പുറം പള്ളി പെരുന്നാൾ കൂടാൻ പോവാണ് കേട്ടോ. ഇതൊരു പെരുന്നാൾ കൂടാൻ പറ്റിയ ഗെറ്റപ്പാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇട്ടുകൊണ്ട് പോകാൻ വേറെ ചുരിദാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്മമാർ രണ്ടും ഓൾറെഡി വെല്ലുവിനെ കാണാനുണ്ട്. വെല്ലു എന്ന് പറയുന്നത് ഞങ്ങളുടെ വെല്ലുമച്ചി, അതായത് അവരുടെ അമ്മേനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ടെക്നിക്കലി എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ അവളുടെ വീട്ടിലുണ്ടാക്കിയിരുന്നു. എങ്കിലും നമ്മൾ എന്താ പറയുക, ഇടയ്ക്ക് ഇതുപോലെ പുറത്ത് പോകാറുണ്ട്. അതൊരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന കൈമണികളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് പോകുന്നൊരു പോക്കാണ്. അവർ ഫേവറേറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു നൂഡിൽസ് വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് ഷെയർ ചെയ്തെടുത്തു. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പിനുള്ളതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത സാൻഡ്വിച്ച് ഇതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന സാൻഡ്വിച്ച് ഞങ്ങൾ റിട്ടേൺ ചെയ്തു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയുള്ള രീതിയിൽ അവിടുന്ന് പോവുക, നീറ്റാക്കിയിട്ട് വേണം പോകുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ച് നിർബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും എഡിറ്റ് ചെയ്യുമ്പം ഒനിയനിന്ന് കുടിച്ച ഈ ഫ്രഷ് ലൈമിൻ്റെ റേറ്റ് ഓർക്കുമ്പം എന്തോ അങ്ങ് വിയർത്തില്ലാണ്ടായിപ്പോയി. 28 രൂപ 50 പൈസയാണ് ആ കാണുന്ന ഫ്രഷ് ലൈമിന്. അത് ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ലൈം അതിനേക്കാളും ചീപ്പ് റേറ്റിൽ ഞാൻ കുടിച്ചിട്ടുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷൈൻ ബുക്ക് സ്റ്റാളിലേക്ക് വന്നു. വേറെ എവിടെയല്ല, നമ്മുടെ ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട്, അതായത് ബാക്ക് സൈഡിൽ പടിഞ്ഞാറ് സൈഡിൽ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ചിക്കോസും നിറക്കൂട്ടും ഒക്കെയുള്ള ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ളത് കേട്ടോ. അതിപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ആണെങ്കിലും കാർഡ്സ് എടുക്കാനാണെങ്കിലും ആൾക്ക് എക്സാം ആയത് കാരണം പെൻസിലും പേനയും വാങ്ങാൻ വന്ന നല്ല കൊച്ചു ഡയറീസ് ആണെങ്കിലും ഇനിയിപ്പോൾ ബുക്ക് വായിക്കാനാണെങ്കിൽ അത് എല്ലാം നമുക്കിവിടെ കിട്ടും. ഫയൽസ് എല്ലാം ഭയങ്കര റീസണബിളായിരിക്കും. പെയിൻറ്റിങ്, വാട്ടർ കളറിങ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലൂക്കുവിനെ കൊണ്ട് നാട്ടിൽ വരുമ്പോഴത്തേക്കും അവന് വേണ്ട സാധനങ്ങളാണെങ്കിലും അല്ല നമുക്ക് വേണ്ടതാണെങ്കിലും മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് പോകുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം പിന്നെ ഫ്ലാഗൊക്കെ നിറയെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചെറുതിലത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഓർമ്മ വരും. ഞാൻ ആകപ്പാടെ വളരെ കഷ്ടിച്ചെങ്ങാണ്ട് പോയിട്ടുണ്ട് 1-2 പ്രാവശ്യം. വേറൊന്നും കൊണ്ടല്ല, ഓഗസ്റ്റ് 15 പള്ളിപ്പുറം പള്ളി പെരുന്നാളായത് കാരണം തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും അമ്മ വീട്ടിൽ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ ആരും തന്നെ അധികം ഇൻഡിപെൻഡൻസ് ഡേ സ്കൂളിൽ ആഘോഷിച്ചിട്ടില്ല. ഞാനും ആഘോഷിച്ചിട്ടില്ല. യെസ്. അങ്ങനെ നമ്മൾ ഫൈനലി പള്ളിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ രണ്ടും ഇത്ര നേരത്തെ എത്തുന്നത്. വേറൊന്നും കൊണ്ടല്ല, മാട്ടേപ്പള്ളി പോകാനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ലേറ്റായി വന്നതുകൊണ്ട് മാട്ടേപ്പള്ളി പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാനും അമ്മയും തമ്മിൽ എൽസുമായിട്ടൊരു മുട്ടൻ ഫൈറ്റും അതിനുശേഷം ഒരു കോൾഡ് വാറും 2-3 ദിവസം തുടർന്നതുകൊണ്ട് ഇന്ന് ആദ്യമേ എൽസു അറിയിച്ചിരുന്നു, നിങ്ങൾ മാട്ടേപ്പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചവിടെ വന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞങ്ങളപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് വെല്ലുവിനെ റെഡിയാക്കി. വെല്ലുവിന് വരാൻ പറ്റില്ല പള്ളിയിൽ, ഞങ്ങൾ പള്ളിയിലേക്ക് വന്നേക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ഈ കിടക്കുന്ന ബോട്ടല്ല കേട്ടോ, ഇത് നമ്മുടെ വൈക്കത്ത് നിന്ന് പള്ളിപ്പുറത്തേക്ക് സ്പെഷ്യലായിട്ട് പെരുന്നാൾ സമയത്ത് നടത്തുന്ന സർവീസാണ്. ശരിക്കും തവണക്കടവിലാണ് ബോട്ട് ജെട്ടി ഉള്ളത്. ഈ കയറുന്ന കുഞ്ഞു ബോട്ടിലാണ് നമ്മൾ മാട്ടപ്പള്ളിയിലേക്ക് പോകുന്നത്. മാട്ടപ്പള്ളിയുടെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതും മാട്ടപ്പള്ളി വർഷത്തിൽ 2 പ്രാവശ്യമേ തുറക്കാറുള്ളൂ. ഒന്ന് ജൂലൈ 3 തുക്രാന പെരുന്നാളിനും പിന്നെ ഓഗസ്റ്റ് 15 സ്വർഗ്ഗാരോഹണ പെരുന്നാളിനും. പള്ളിപ്പുറം പള്ളിയുടെ അപ്പുറത്തെ കരയായ ഒരു കൊച്ചു ദ്വീപാണ് ഈ മാട്ടേപ്പള്ളി നിൽക്കുന്ന സ്ഥലം കേട്ടോ. ശരിക്കും അതിൻ്റെ പേര് മാട്ടേപ്പള്ളി എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൂർവികരും കുടുംബക്കാരും എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതും ആ നാട്ടിലെല്ലാവരും മാട്ടേപ്പള്ളി പോകുന്നു എന്ന് പറഞ്ഞതും ഉള്ള അറിവ് വെച്ചിട്ടാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. അപ്പം ഈ ഒരു ചെറിയ ബോട്ടിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ കപ്പിൾസിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ആയിരുന്നു കേട്ടോ. അവരുടെ ആ കുഞ്ഞുവാവ എനിക്ക് തോന്നുന്നു അവരുടെ ബേബി ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം അവർ മാരീഡ് ആയിരുന്നു. അപ്പോൾ ആ ബേബി ആയിട്ടുള്ളൊരു ഫസ്റ്റ് ട്രിപ്പ് ആയിരിക്കണം. കാരണം ആ ബേബി ഭയങ്കര കുഞ്ഞാണ്. അവൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഓർക്കും, ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരെന്തായിരിക്കും ചിന്തിക്കുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവരുടെ മൈൻഡിലൂടെ പോവുക എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, കം ബാക്ക് ടു ദ മാട്ടേപ്പള്ളി സ്റ്റോറി. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുള്ളത് ഈ ചങ്ങാടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് 2 സാധാരണ വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയല്ല കേട്ടോ, അതിൻ്റെ നടുക്ക് പലക അടിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഈ മുളവടി വെച്ചിട്ട് തുഴഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്തോ അപകടങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടോ ആ ഒരു സെറ്റപ്പ് മാറ്റിയിട്ട് പ്രോപ്പറായിട്ടൊരു ബോട്ട് അറേഞ്ച് ചെയ്യും. പക്ഷേ 5 മണിക്ക് മുന്നേ അതിൻ്റെ സർവീസ് തീരും. ഏതാണ്ട് 4 മണി 4:30 വരെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നത്. കാരണം പെരുന്നാളിൻ്റെ
പ്രദക്ഷിണം ഇറങ്ങുമ്പോഴത്തേക്കും സർവീസ് നിർത്തിവെക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി അവിടെ പോകാൻ പറ്റാതിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കടലും കായലും എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള, എന്താ പറയുക, ഇമോഷണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. എസ്പെഷ്യലി കടൽ. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴത്തേക്കും കടലിൽ പോയി കഴിഞ്ഞിരുന്നാൽ എന്തോ മിക്സഡ് ഓഫ് ഇമോഷൻസ് ആണെന്ന് തന്നെ പറയാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി ഞാൻ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച് വളർന്നത് കൊണ്ടായിരിക്കും. പക്ഷേ പറയാമല്ലോ, എൻ്റെ വീടിനടുത്ത് കടലോ കായലോ ഒന്നുമില്ല കേട്ടോ. അവിടെ നിന്നൊക്കെ കുറേ മാറി ഒരു നോർമലായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ നാടും ഒക്കെ ഉള്ളത്. എങ്കിലും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നേരത്തെ സർവീസ് റൈഡൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മാട്ടേപ്പള്ളി കേട്ടോ. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ് റീസെൻ്റ്ലി. വർഷങ്ങളുടെ പഴക്കമുണ്ട്. AD 52 എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സെയിൻറ്റ് തോമസ് കേരളത്തിലൊക്കെ വന്നിട്ടുള്ളത്. 52 മരിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലും ആ കാലഘട്ടത്തിലാണ്. അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് കൊക്കോതമംഗലം പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. 7 പള്ളികളിലൊന്നായി കൊക്കോതമംഗലം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ തണ്ണീർമുക്കത്ത് പോകുന്നത്, അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഇടവക പള്ളി അതാണ്. ഓക്കെ, അപ്പോൾ മാട്ടേപ്പള്ളിയിലേക്ക് വീണ്ടും വരാം. ഇവിടെ ഈ പള്ളി വരാൻ കാരണം വേറൊന്നുമല്ല, അതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ AD 56 ആണ് സംഭവം. ഓക്കെ, പള്ളി വരാൻ കാരണം വേറൊന്നുമല്ല, തോമാസ് ലീഗ സ്ഥാപിച്ച കുരിശ്, എനിക്ക് തോന്നുന്നു കോക്കമംഗലം പള്ളി സ്ഥാപിച്ച കുരിശായിരിക്കും. അവിടെയും പള്ളിയുടെ സൈഡിൽ കായലുണ്ട്. അപ്പം അത് ഒഴുകി ഇവിടെ വന്നു. ഈ പ്രദേശത്ത് പുല്ല് വെട്ടാനായിട്ട്, അതായത് പശുവിനും ആടിനൊക്കെ കൊടുക്കാനുള്ള പുല്ല് വെട്ടാനായിട്ട് കുറേ ചേച്ചിമാർ വന്നിരുന്നു ഈ ദ്വീപിൽ. അപ്പോൾ അവരുടെ അരുവ കൊണ്ട് അറിയാതെ ആ കുരിശിൽ കൊണ്ടു, അതായത് ഒഴുകി വന്ന് കിടന്നതല്ലേ, അവരിങ്ങനെ പുല്ല് വെട്ടിയപ്പം ആ തടിക്കഷ്ണത്തിൽ കൊണ്ടു. തടിക്കഷ്ണമായിരുന്നു എന്തോ കൊണ്ട് തടഞ്ഞ് അവർ നോക്കുമ്പം, അതെടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അത് കുരിശായിരുന്നു. അങ്ങനെ ഛേദിച്ചു പോയ കുരിശ് ഇപ്പോഴും നമ്മുടെ പള്ളിപ്പുറം പള്ളിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒറിജിനൽ കുരിശ്. അപ്പം അതിൻ്റെ എന്താ പറയുക, ഓർമ്മപ്പെടുത്തലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ആ മാട്ടയിൽ, ആ ദ്വീപിൽ, ഒരു കൊച്ചു ദ്വീപാണ് കേട്ടോ. കാണാൻ നല്ല പ്രകൃതി രമണീയമായൊരു നല്ല വ്യൂ ഒക്കെയാണ്. പക്ഷെ അവിടെ പോകാനായിട്ട് നമുക്ക് വേറെ സർവീസൊന്നുമില്ല. സ്പെഷ്യൽ സർവീസ് ഇതുപോലെ ജൂലൈ 3 ഓഗസ്റ്റ് 15 മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് അവിടുത്തെ ക്ലൈമറ്റ്. അപ്പം ആ ഓർമ്മകളും ആ സംഭവങ്ങളൊക്കെ ആണ് നമ്മളിപ്പോൾ കണ്ട ഫോട്ടോസ്. അത് ആ പള്ളിയുടെ അകത്തുള്ള ചുവരിലുള്ളതാണ് കേട്ടോ. ഒരു കുഞ്ഞു പള്ളി, വളരെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന, എന്നാൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന ഒരു ഭംഗിയുള്ളൊരു പഴയ കാല പ്രാചീന പള്ളിയാണ് കേട്ടോ. പക്ഷേ നല്ല വെയിലായിരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ക്ഷീണിച്ചു കേട്ടോ. അവിടെ വന്നപ്പോൾ 2 കുട്ടി കുറുമ്പീസിനെ കണ്ടു കേട്ടോ. കുറുമ്പിയാണോ കുറുമ്പനാണോ, ഒരെണ്ണം കുറുമ്പി ഒരെണ്ണം കുറുമ്പനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും, ഈ പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് വൈബ് കിട്ടും. എനിക്ക് ഈയിടെയായിട്ട് ബേബി ഫീവർ ആണെന്നാണ് എൻ്റെ കസിൻ അവകാശപ്പെടുന്നത്. എനിവേ, അവരവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്തു. അവിടെ നല്ല വെയിലായിരുന്നുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് വന്നിരുന്ന സൺസ്ക്രീനൊക്കെ പണ്ടേ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു ദിവസമല്ല, ഇനി നെക്സ്റ്റ് ഇയർ ഇവിടെ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ് അല്ലേ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വെയിലിനോടും കാറ്റിനോടും ഒന്നും എന്താ പറയുക നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഞങ്ങൾ എന്താ പറയുക 90 ഡിഗ്രി ആംഗിളിൽ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഞങ്ങളുടെ കോർഡിനേഷൻ വളരെ വിപരീതമായതുകൊണ്ട് ഒരാൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരാൾ ലെഫ്റ്റിലേക്കും, രണ്ടുപേരും റൈറ്റിലേക്ക് വരാൻ നേരത്ത് വീഡിയോയിൽ അത് കാണാതെ അങ്ങനെ അവസാനം സെപ്പറേറ്റ് ആയിപ്പോയി. വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ പിരിയുകയായിരുന്നു. ഹെലികോപ്റ്റർ എപ്പോഴും വീക്ക്നെസ് ആണല്ലോ. അത് കുഞ്ഞുനാളിലാണെങ്കിലും 10-30 വയസ്സുള്ള കിളവിയായെങ്കിലും അവളെന്നോട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്, എൻ്റെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ് ഹെലികോപ്റ്റർ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ 5 വയസ്സുകാരി ഉണർന്നതും ഞാൻ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയതും. ഇതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ടൈറ്റാനിക് കപ്പൽ. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ് ചെയ്യുന്ന ബോട്ട്. വളരെ ചെറിയ എന്നാൽ വളരെ ഭംഗിയുള്ള ഒരു സാധാരണ ബോട്ട്. അങ്ങനെ ബോട്ട് വരാനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു. കാരണം ഇനി അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വെയിലായതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടും മറുകരയിൽ അമ്മയും ആൻറ്റിയും ഓൾറെഡി പള്ളിയിൽ വന്നിട്ട് ക്യൂ നിൽക്കുമായിരുന്നു നേർച്ച ഇടാനായിട്ട്. കാരണം നേർച്ചയുടെ ക്യൂ ഭയങ്കര വലുതാണ്, ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പം പെരുന്നാളിന് വളരെ ആൾ കുറവാണ് വരുന്നത്. എല്ലാവരും പുറത്തേക്ക് ആയതുകൊണ്ട് വരുന്നില്ല. പണ്ടൊക്കെ എന്താ പറയുക, ഒരു മണ്ണ്
മണ്ണ് വീണാനോ മൺതരി വീണാൽ പോലും പറ്റാത്തത്ര ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പം മാട്ടപ്പള്ളിയോട് ലൈറ്റായിട്ട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടന്നു. ഈ പെരുന്നാൾ എന്താ പറയുക, നല്ല ഭംഗിയുള്ള വ്യൂ അല്ലേ? ആ വ്യൂ ഒക്കെ ഇപ്പോഴും കാണുമ്പോൾ എന്താ രസം. ഒരു പ്രത്യേക ഒറ്റപ്പെട്ട ദ്വീപിൽ ഒരു കുഞ്ഞു പള്ളിയും അതിൻ്റെ കുറച്ച് ഓർമ്മകളും. അപ്പോൾ ആൻറ്റിയും അമ്മയൊക്കെ വന്നു. പെരുന്നാളിൽ ഏറ്റവും ഹൈലൈറ്റഡ് ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ചിടാൻ പൈസ കിട്ടുക എന്നുള്ളൊരു ഹാപ്പിനെസ് ആണ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു പകുതി കർത്താവിന് പകുതി എനിക്കെന്ന്. പിന്നെ ഞാനത് വേണ്ട, കർത്താവിനുള്ളത് കർത്താവിനും നമുക്കുള്ളത് നമുക്കും. അതായത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാണല്ലോ. അത് ലൂണറിൻ്റെ പരസ്യം കാണിക്കല്ല കേട്ടോ. എൽസു തട്ടി വീഴാൻ പോയ ചെരുപ്പ് മാറ്റിയിട്ടതാണ്. ഞാനോ വീണു, ഇനി വരുന്നവരൊന്നും വീഴണ്ട എന്നുള്ള എൻ്റെ അമ്മയുടെ നന്മമരം മൈൻഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ നിന്ന് ഇതുകൊണ്ടോ ഈ ക്യൂ ഒന്നല്ല കേട്ടോ. ഞങ്ങൾക്ക് പകരം അവർ നിന്നത് കൊണ്ട് തന്നെ നീണ്ടൊരു ക്യൂവിൽ ഞങ്ങൾക്ക് നിൽക്കാതെ കഴിച്ചിലാക്കി. ഇപ്പം വലുതായി ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിലത്തെ ഓരോ ഓർമ്മകളും ഇങ്ങനെ എന്താ പറയുക വല്ലാണ്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെല്ലുമച്ചിയൊക്കെ ആയിട്ട് തലേ ദിവസം വന്ന് പെരുന്നാൾ കൂടുന്നു, കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നു. പിറ്റേ ദിവസം ആയിട്ട് മിസ്സായി പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പിറ്റേ ദിവസം മംഗളും ആൻറ്റിയൊക്കെ ആയിട്ട് വന്നിട്ട് തലേ ദിവസം മിസ്സായ സാധനങ്ങളെല്ലാം നടന്നു വാങ്ങുന്നു. ഒരു കളർ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇപ്രാവശ്യം വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാനിപ്പോൾ നോ ഷുഗർ ഡയറ്റിലായത് കാരണം കഴിക്കാൻ പറ്റില്ല. ആ ചോക്ക് മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളറ് കടിച്ച് കഴിയുമ്പോൾ നാക്കിലേക്ക് വരുന്ന പച്ച, പിങ്ക് അങ്ങനത്തെ കളറൊക്കെയാണ് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ ഇതേ നമ്മുടെ പള്ളിപ്പുറത്തമ്മ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി എന്താ പറയുക നല്ല ഒരു പ്രഭയിൽ അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. നിറയെ പൂക്കളും മാലകളും ഹാരങ്ങളും ഒക്കെ ഇട്ട്. 36 ഇത്തിരി ഗൗരവക്കാരത്തെയാണ് കാണാനെങ്കിലും അടിപൊളിയായിട്ടോ. എന്താ പറയുക അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഞാനധികം സ്പെഷ്യൽ റിക്വസ്റ്റ് ഒന്നും പറയാറില്ല. എല്ലാവരെയും എപ്പോഴും സംരക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നേർച്ചയിട്ടിട്ട് കുർബാന കാണണം. കടമുള്ള ദിവസം കാരണം കുർബാന കാണുക എന്നുള്ളത് മസ്റ്റായിരുന്നു. അപ്പോൾ കുർബാനയുടെ ഇടയിൽ അധികം നേരം ഫോൺ എടുത്തില്ല, ഒരു ചെറിയ പോർഷൻ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മേരി ആൻറ്റീനെ കണ്ട്. എന്നാൽ ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫോട്ടോ എടുക്കടി എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. 3 പേരെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ കരിത്ര കുടുംബത്തിലെ ആൾക്കാരെ കാണണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ID കാർഡൊന്നും വരണ്ട, എല്ലാം ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെ ആയിരിക്കുന്നു. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചേട്ടാനിയന്മാരുടെ മക്കളാണെങ്കിലും വല്യപ്പന്മാരുടെ മക്കളാണെങ്കിലും വല്യമ്മമാരുടെ മക്കളാണെങ്കിലും ഒക്കെ ഒരു കിൻഡലുണ്ട്. ഇവരൊന്നും ഭയങ്കര പാവങ്ങളെ പോലെയൊക്കെ ഇപ്പം നിൽക്കുമെങ്കിലും ഒരു കാലത്ത് ഈ നാടിനെ തന്നെ വിറപ്പിച്ച് പല കഥകളുടെയും സൃഷ്ടാക്കളാണ് കേട്ടോ. പാവൻ്റെ മിനി ആൻറ്റി ആഗ്യാങ്ങപ്പെട്ടതല്ല. എൻ്റെ അമ്മ മേരി ആൻറ്റിയൊക്കെ സ്കൂളിൽ പോകുമ്പോഴുള്ള വൻ ചരിത്ര സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ പല പല കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഇനി അകത്തിരുന്ന് കുർബാന കാണാൻ പറ്റാത്തവർക്ക് TV സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ വീഡിയോയിൽ മറ്റൊരാൾ കുടുങ്ങിയത്. എൻ്റെ വീഡിയോയിൽ കുടുങ്ങുന്നതിന് മുമ്പ് തന്നെ ചേച്ചിമാരുടെ കണ്ണുകളിൽ അവരുടെ പൊന്നാങ്ങളെ കുടുങ്ങിയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി അങ്കിൾ ഞങ്ങൾക്ക് നേർച്ചിടാൻ പൈസ തരാൻ വരികയാണ്. എപ്പോഴത്തെയും പോലെ ഞങ്ങൾ അങ്കിളിനോട് ഭീഷണിപ്പെടുത്തി. വീഡിയോയാണ്, 4 ആൾക്കാർ കാണുന്നതാണ്, മോശമില്ലാത്തൊരു തുക തരണം, അല്ലെങ്കിൽ അത് അങ്കിളിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും കുടുംബ പാരമ്പര്യത്തെയും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്കിൾ 500 രൂപ വെച്ച് തന്നെ ഒന്നും നോക്കാതെ വീശി എറിയുകയായിരുന്നു. പാവ അങ്കിളിനെ പറ്റിച്ച് കാശ് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിളിൻ്റെ 2 സഹോദരിമാർ, അതായത് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, പാവം കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, വർഷത്തിലൊരിക്കലല്ലേ, അങ്കിൾ ഹാപ്പിയാണ് ഞങ്ങൾക്ക് തരുന്നതിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോ സെക്ഷൻ എടുത്തിട്ട് പിന്നെ ഇക്കൊല്ലത്തെ പോലെ അല്ലാതെ ഇക്കൊല്ലം ഒരാഗ്രഹം ആൻറ്റി പറഞ്ഞു, നമുക്കൊന്ന് പ്രദക്ഷിണം കൂടിയാലോ എന്ന്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പെരുന്നാൾ കുർബാന ഉച്ചയ്ക്കാണ് കേട്ടോ നടക്കാറുള്ളത്. വെല്ലുമിച്ച് പെരുന്നാൾ കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ള ആ ചേച്ചിമാരിട്ടിരിക്കുന്ന ആ ഡ്രസ്സും തലയിൽ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ആ സാധനത്തിന് പറയുന്നത് മോറിസ്, അതെനിക്ക് ശരിക്കും പറയാനറിയില്ല. അതൊക്കെ ഇട്ടിട്ടാണ് വെല്ലുമിച്ചിയും പ്രസിദ്ധേന്തി ആയിരിക്കും, എന്തോ പ്രസിദ്ധേന്തി അല്ല എന്തോ അമ്മ വിമലോത്സവ മാതാവിൻ്റെ എന്തോ ഒരു സംഘടനയിലുള്ളതിൻ്റെ ഭാഗമായിട്ട്, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ ഇട്ടിട്ട് എപ്പോഴും വരുമായിരുന്നു. അപ്പം വെല്ലുമ്മച്ചി പ്രദക്ഷിണത്തിന് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് നോക്കും. ഞങ്ങളങ്ങനെ പ്രദക്ഷിണം മുഴുവനായിട്ട് കൂടാറുന്നില്ല, ഇച്ചിരി കൂടും. അങ്ങനെ ആണ്. വെല്ലുമ്മച്ചി ഫുൾ നടക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഈ വർഷം ആൻറ്റി പറഞ്ഞു വന്നാൽ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് കുട എടുക്കാം. മാതാവിൻ്റെ മുത്തുക്കുട ഇതുവരെ എടുത്തിട്ടില്ലല്ലോ ഒന്ന്. മുത്തുക്കുട കിട്ടിയില്ല, ലാസ്റ്റ് ഒരു നോർമൽ കുട കിട്ടി. എന്നാൽ പിന്നെ എന്തോ ആവട്ടെ,
ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മാമോദിസ മുങ്ങിയ പള്ളി ഇതാണ് കേട്ടോ. ഇവിടാണ് നമ്മുടെ ചാവറ അച്ഛൻ പഠിച്ചത്, ഇവിടുത്തെ സെമിനാരിയിലാണ്. അപ്പം അച്ഛൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെയുണ്ട്. അതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മാമോദിസ മുക്കിയ പള്ളിയും ചിറ്റീനെ മാമോദിസ മുക്കിയ പള്ളിയും അമ്മയുടെയും ആൻറ്റിയുടെയും അതായത് അവരുടെയൊക്കെ ഇടവക പള്ളിയൊക്കെയാണ്. ഇത്രയൊക്കെ പെരുന്നാൾ കൂടിയിട്ടുണ്ടെങ്കിലും ഒരു പ്രതിഷ്ഠത്തിന് പോലും മാതാവിന് വേണ്ടി കൂടെ എടുത്തിട്ടില്ലെന്നുള്ളൊരു ചെറിയ സങ്കടമുള്ളത് കൊണ്ട് തന്നെ ആ സങ്കടമൊക്കെ മാറ്റാനായിട്ട് ഞാൻ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് തീരുന്ന കാര്യമല്ല ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. അത് പള്ളിപ്പുറത്തമ്മയുടെ പ്രദക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞാൽ ബാൻഡുമേളം, ചെണ്ടമേളം അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും കാണും. ഇതിപ്പോൾ ഒട്ടും ആൾക്കാരും വളരെയൊക്കെ കുറവാണ് കേട്ടോ. ശരിക്കും നിന്ന് നമ്മൾ വിഷമിക്കും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പെരുന്നാൾ പ്രദക്ഷിണം പോകുന്നത് തവണക്കടവ് കറങ്ങി അങ്ങനെ ഒറ്റപ്പിനെ ചെന്ന് അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അറിവിലൊന്നും ഓർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മൾ നടന്ന് വിഷമിച്ച് നോർമലായിട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുടയെടുത്തിട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്കത് താഴത്ത് മുട്ടിക്കാൻ പാടില്ല. അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിൽ വിശ്വസിക്കുന്നു. ആരുടെയും വിശ്വാസങ്ങൾ വലുതാണെന്നോ തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനതിനെ ആ കാര്യത്തിനെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിനെ എന്താ പറയുക നല്ല രീതിയിൽ നോക്കി കാണുന്നുള്ളതുകൊണ്ട് ഞാനും താഴത്ത് വയ്ക്കാതെയോ അല്ലെങ്കിൽ എനിക്ക് കൈമാറാതെ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു കുഞ്ഞ് ആഗ്രഹവും കുഞ്ഞൊരു ദുരാഗ്രഹവും ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ നല്ല വാദ്യമേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇവരൊക്കെ ഇത്രയും നേരം ഇങ്ങനെ കൊട്ടുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ വെറുതെ അധികം വീട്ടില്ലാത്തൊരു കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന ഞാനേ വിഷമിക്കുമ്പം ഇവർ ഈ ചൂടിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. വെയിലിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ പറയുക ആവി എടുക്കത്തില്ലേ, ഒരുമാതിരി നമ്മൾ പുഴുങ്ങിയെടുക്കുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ആ ഒരു ഇതിൽ ഇവരിത് നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത് കണ്ടപ്പം ഭയങ്കര അത്ഭുതവും തോന്നി, ഭയങ്കര ഒരു ബഹുമാനവും തോന്നി കേട്ടോ. ഇത്ര ഭംഗിയായിട്ടാണ് അവർ ആ പഞ്ചാരി മേളത്തിൻ്റെ എന്താ പറയുക ചെണ്ടയും വാദ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ടാണ് അത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാനിങ്ങനെ നോക്കി കുടയും എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു, ഞാൻ ക്ലോസ് ആയിരുന്നു കാരണം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും നോക്കി വെച്ചു. ഫോർ യുവർ ഇൻഫർമേഷൻ, ഈ വീഡിയോ എടുത്തത് ഞാനല്ല കേട്ടോ, എൻ്റെ കസിനാണ്. ആളാ പെരുന്നാളിൻ്റെ ഒരു ഫീല്, അതായത് എൻ്റെ ചേച്ചിക്കൊന്നും പെരുന്നാൾ കൂടാൻ പറ്റിയില്ല. അപ്പോൾ ലൂക്കുനെയൊക്കെ കാണിക്കാനായിട്ട് ആളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പാർക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മിനി പാർക്ക് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട്. അടുത്ത ബാൻഡ് സെറ്റ് മേളം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഭയങ്കര നല്ല ഫോട്ടോ എടുത്തൊക്കെ ആയിരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു, ബിക്കോസ് വെയിൽ അത്രയ്ക്ക് കഠിനമായിരുന്നു. ഒരു 4:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രദക്ഷിണമൊക്കെ ഇറങ്ങിയത്. ഇത് പിന്നെ ഉണ്ണീശ്വരനെ എടുത്തുകൊണ്ടിരുന്നത് ചേച്ചിമാരായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല പെണ്ണുങ്ങൾ ഇങ്ങനെ രൂപ എടുക്കുന്നത്. ഇവർ ഈ കർമ്മല മാതാവിൻ്റെ എന്തോ സംഘടന CLC എന്നൊക്കെ പറയുന്ന പോലെ അമ്മമാരുടെ എന്തോ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാ കൊല്ലവും ഇവരെടുക്കാറുണ്ടോ എന്നറിയില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനങ്ങനെ എല്ലാ കൊല്ലവും പ്രദക്ഷിണം കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ പണ്ടത്തെ ഒരു പെരുന്നാൾ ഓർമ്മയെന്ന് പറയുമ്പം ഈ പെരുന്നാളും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഞാൻ ചാച്ചൻ, അമ്മ, ടിൻറ്റു, അപ്പോൾ ലൂക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, വെല്ലുമച്ചി, അങ്കിള്, ടോമി അങ്കിള്, മിനി ആൻറ്റി, ടിച്ചോപ്പൻ, ടിറ്റി, തങ്കച്ചൻ അങ്കിള്, കുഞ്ഞാൻറ്റി എല്ലാവരും കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ വാങ്ങും. പെരുന്നാൾ സ്പെഷ്യലായിട്ട് വാങ്ങുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ഈ പള്ളിപ്പുറം പെരുന്നാളിന് മാത്രമാണ് ഞങ്ങൾ മെയിനായിട്ട് വാങ്ങുന്നത്. പിന്നെ ചിലപ്പം ഇവിടുന്ന് മിസ്സായി പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചു പള്ളിയിൽ 8ാം പെരുന്നാളിന് വെച്ചുമുത്തിൻ്റെ പള്ളിയിലും നമ്മൾ വാങ്ങും. അത് വേറൊന്നുമല്ല കേട്ടോ, നല്ല ഒന്നാന്തരം കുടംപുളി. വെല്ലുമിച്ചിയാണെങ്കിൽ നല്ല പായയൊക്കെ വാങ്ങും, കൊട്ട വാങ്ങും, നല്ല ചട്ടികൾ. അതൊരു മേളമാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും വെല്ലുവിനെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ചട്ടിയൊക്കെ ഇങ്ങനെ മുട്ടി നോക്കി അതിൻ്റെ എന്തോ ഒരു സൗണ്ട് വെച്ചിട്ടാണത് പൊട്ടലുണ്ടോ ചീറ്റലുണ്ടോ നല്ലതാണോ പഴകുമോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് പിന്നെ വാങ്ങുന്നത് ഒരു കിൻഡിൽ ഉണക്കമീൻ മേടിക്കും കേട്ടോ. അത് ഉണക്കക്കടവരാൽ എൻ്റെയും ചാച്ചൻ്റെയും ഒക്കെ ഫേവറേറ്റ് സാധനമാണ്. അങ്ങനെ ഉണക്കക്കടവരാൽ മേടിക്കും. പിന്നെ വാങ്ങിക്കുന്നത് പന്നിയിറച്ചി, നല്ല ഫ്രഷ് പന്നി കിട്ടും. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ബിഗ് ബഡ്ജറ്റ് സാധനങ്ങളായിട്ട് പെരുന്നാളിന് വാങ്ങുന്നത്. പിന്നെ പെരുന്നാളിന് പോകുമ്പോൾ പ്രദക്ഷിണത്തിന് പോകാനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കസിൻസ്, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. ഈ കെട്ടിച്ച് വിട്ടവരെയും നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എന്ന് വേണ്ട എല്ലാവരെയും കാണാൻ പറ്റും. പള്ളിപ്പുറം പെരുന്നാളാണോ
7 അക്കരെ കെട്ടിച്ചു വിട്ടവരും വരുന്നു അറ്റൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അന്നേരമാണ് കുറേ വിശേഷങ്ങൾ കാണുന്നു. അയ്യോ നീ ക്ഷീണിച്ചു പോയല്ലോ, നീ നന്നായല്ലോ, എത്ര നാളായിടി കണ്ടിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തുടങ്ങി ഒരു ലോഡ് വിശേഷങ്ങളുണ്ടായിരിക്കും കേട്ടോ ഈ അമ്മമാർക്കൊക്കെ പങ്കുവയ്ക്കാനായിട്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൂടിയൊക്കെ പെരുന്നാൾ കൂടാൻ വരുമ്പോഴത്തേക്കും ഒത്തിരി ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റുന്നത് കുറേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഇപ്പം പെരുന്നാളുകളൊക്കെ എന്താ പറയുക, എല്ലാവരും അധികം ഓർക്കാത്ത അല്ലെങ്കിൽ എല്ലാവരും ബിസിയായിട്ട് ഒഴിവാക്കപ്പെട്ട കാര്യമായിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലുമൊക്കെ ലൈഫിൽ, ഒരിക്കലല്ല വർഷത്തിലൊരിക്കൽ പറ്റുമെങ്കിൽ മിസ് ചെയ്യാതെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. പൈസയോ മേടിച്ചോ അല്ലെങ്കിൽ പുതിയ വലിയ വില കൂടിയ വസ്ത്രങ്ങൾ മേടിച്ചോ ഒന്നുമല്ല കേട്ടോ, പരസ്പരം ഒന്ന് കാണാനും ഇങ്ങനത്തെ ആഘോഷങ്ങളും ഓർമ്മകളും ആചാരങ്ങളും ഒക്കെ ഒന്ന് പുതുക്കാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട്. ഇവിടെ പള്ളിപ്പറമ്പള്ളി പെരുന്നാൾ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ചിലപ്പോൾ അപ്പുറത്ത് വടക്കങ്ങര ഉത്സവത്തിനും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ജാതിമത ഭേദമൊന്നുമില്ല, എല്ലാവരും വരും ഉത്സവത്തിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നാട്ടിൻ പ്രദേശങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ പള്ളി പെരുന്നാളല്ലേ നമ്മൾ പോകണമെന്ന് പറയും. അതിന് അവിടെ അവർ ജാതിയോ മതമോ ഒന്നും നോക്കില്ല. ഒരു വിശ്വാസത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയൊക്കെ പ്രതീകമാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പെരുന്നാൾ ആഘോഷിക്കും എല്ലാവരും. അത് പണ്ടാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി ഒരു മാറ്റമില്ലാണ്ട് കണ്ടുവരുന്ന കാര്യമാണ്. ആൾക്കാർ കമ്പയർലി കുറവായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാവരും പുറത്ത് പഠിക്കാൻ പോയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ഇത് ബാഗുമായിട്ട് കുറച്ച് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയുകയാണ്, പ്രദക്ഷിണത്തിന് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെയാണ് പോകേണ്ടത്, അല്ലാണ്ട് വീഡിയോ എടുക്കുകയല്ല ചെയ്യേണ്ടത്. ആ കുഞ്ഞു ആരാന്ന് അറിയത്തില്ല കേട്ടോ. അവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് എത്തിയെങ്കിലും നല്ല നിപ്പായിരുന്നു. കുട പിടിച്ചിരിക്കുന്നവരങ്ങനെ ഈസി ആയിട്ട് കുട ചുരുക്കിയിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അവരവസാനം വരെ രൂപമകത്ത് കയറുന്നവരെ നിൽക്കണം. അങ്ങനെ ദേ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് കുറേ ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് തന്നെ അധികം നേരം നിന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് കുറേ ലൈറ്റ് ഷോ, അതെല്ലാ വർഷമുള്ളതാണ് കരിമരുന്ന് പ്രയോഗവും ലൈറ്റ് ഷോയൊക്കെ. അതിന് നിന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകണമായിരുന്നു. നമ്മൾ പള്ളിപ്പുറത്ത് വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫുള്ള് കണ്ടിട്ടേ പോകുള്ളായിരുന്നു. അപ്പം കുറച്ച് സാധനങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനിയും ഒത്തിരി പെരുന്നാളുകളുടെ ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒത്തിരി ആൾക്കാർക്ക് കൂടാനും പങ്കെടുക്കാനൊന്നും പറ്റില്ല. അവരുടെയൊക്കെ കുട്ടിക്കാലത്തിലേക്ക് പോയൊരു ഓർമ്മകൾ, കുഞ്ഞ് കളർ മിഠായും എന്താ പറയുക കപ്പ നുറുക്കും തൊളവടയും ഉറുമ്പും മുട്ടയും പോപ്കോണും തേൻ മിഠായും അങ്ങനെ ഒത്തിരി മധുരമുള്ള എന്താ പറയുക നമ്മുടെ ആപ്പിൾ ബലൂണൊക്കെ നിറച്ചൊരു ബാലവും കൗമാരവും യൗവനവും ഒക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഓർക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും എൻ്റെ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ആർക്കോ വേണ്ടി കൊണ്ടുപോകുന്ന